ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന 3 ടേംസ് ആണ്. ഹാവ് ബീൻ, ഹാസ് ബീൻ, അതുപോലെ തന്നെ ഹാഡ് ബീൻ. അപ്പോൾ നമുക്കെല്ലാ ആളുകൾക്കും പല ആളുകൾക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും. എവിടെയാണ് ഹാവ് ബീൻ, ഹാസ് ബീൻ ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഹാഡ് ബീൻ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാമുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാവ് ബീൻ, ഹാസ് ബീൻ. ആദ്യം തന്നെ പറയട്ടെ, എവിടെയാണ് നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് തുടങ്ങിയ ഒരു കാര്യം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നിടത്ത്, അത്തരം കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നിടത്താണ് നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് എന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഹാസ് ബീനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മുമ്പ് തുടങ്ങിയ ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ വർഷിക്കാൻ തുടങ്ങി. നമ്മൾ ഉച്ചയ്ക്ക് ഓഫീസിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തും ആ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ എങ്ങനെയാ പറയാ? മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, മഴ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ ഒരാളെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറായിട്ട് നമ്മളയാളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ തുടങ്ങിയതാണ്, 1 മണിക്കൂറായിട്ട് ഇപ്പോഴും നമ്മളയാളെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തുടങ്ങിയൊരു കാര്യമാണ്, അതിപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഹാവ് ബീൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ 3 മണിക്കൂർ മുമ്പ് കാത്തിരിക്കാൻ തുടങ്ങിയാണ്, 3 മണിക്കൂറായിട്ട് ഇപ്പോഴും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഹാവ് ബീൻ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ എക്സാമ്പിളുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു: ഞാൻ 1 മണിക്കൂറായിട്ട് നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1 മണിക്കൂറായിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പറയുന്നത് ഇങ്ങനെയാണ്: ഐ ഹാവ് ബീൻ കോളിങ് യു ഫോർ ആൻ ഹവർ, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ട്രൈങ് ടു കോൾ യു ഫോർ ആൻ ഹവർ. 1 മണിക്കൂറോളമായിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ 1 മണിക്കൂറോളമായിട്ട് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഐ ഹാവ് ബീൻ കോളിങ് യു ഫോർ ആൻ ഹവർ. അതുപോലെ തന്നെ മറ്റൊരു വാചകം ഇങ്ങനെയാണ്: ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 3 hours. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 3 hours. 3 മണിക്കൂറോളമായിട്ട് ഞാൻ നിന്നെ കാത്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് 3 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിപ്പാണ്, നിന്നെയും കാത്ത്. അപ്പോൾ നേരത്തെ തുടങ്ങിയതാണ്, 3 മണിക്കൂറായിട്ട് ഇപ്പോഴും ആ ഇരുത്തം തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എങ്ങനെയാണ് പറയുക? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 3 hours. അതുപോലെ തന്നെ മറ്റൊരു വാചകം ഇങ്ങനെയാണ്: ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ 2 hours. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ 2 hours. എന്താണ് ഇതിൻ്റെ അർത്ഥം? 2 മണിക്കൂറോളമായിട്ട് അവർ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ പോയതാണ്, ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്, അവർ 4 മണിക്കെങ്ങാണ്ട് പോയതാണ്. 2 മണിക്കൂറോളമായിട്ട് അവർ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ 2 hours. 2 മണിക്കൂറോളമായിട്ട് അവർ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഹാസ് ബീനും യൂസ് ചെയ്യുന്നത്. എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമല്ല. വ്യത്യാസം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. നമ്മൾ ഐ ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ, യു ഹാവ് ബീൻ എന്ന് പറഞ്ഞതുപോലെയല്ല ഹാസ് ബീൻ എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ചേർക്കുന്ന സബ്ജക്റ്റുകൾ അത് സിംഗുലർ ആയിരിക്കും. ഇപ്പം അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്: ഹി ഹാസ് ബീൻ, ഷീ ഹാസ് ബീൻ, ഇറ്റ് ഹാസ് ബീൻ. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഷീ, ഹി, ഇറ്റ്, അവൻ, അവൾ, ഇത്, അത്, ഇങ്ങനെ ഓരോന്നായിട്ടുള്ള കാര്യങ്ങൾ, ഓരോന്നായിട്ടുള്ള സബ്ജക്റ്റുകൾ, ആളുകൾ, ഇവയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദേ ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ? അതുപോലെയല്ല ഹി ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ അയാൾ 1 ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു
ഫോർ ആൻ അവർ. നേരത്തെ പറഞ്ഞ വാചകം തന്നെയാണ്, അവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഹി എന്നാക്കിയിട്ടുണ്ട്. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ ആൻ അവർ. 1 മണിക്കൂറോളമായിട്ട് അവൻ നിന്നെ കാത്തുകൊണ്ടേയിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ ആൻ അവർ. ഫോർ ആൻ അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോളമായിട്ട് എന്നാണ്. അപ്പോൾ ഹി ഹാസ് ബീൻ എന്നാണ് പറയേണ്ടത്, ഹാവ് ബീൻ എന്നല്ല. മറ്റൊരു എക്സാമ്പിൾ എങ്ങനെയാണ്? ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി ഫോർ 5 years. ഷീ ഹാസ് ബീൻ വർക്കിംഗ്, അവൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇൻ ദിസ് കമ്പനി, ഈ കമ്പനിയിൽ, ഫോർ 5 years, 5 വർഷത്തോളമായിട്ട്. അപ്പോൾ 5 വർഷത്തോളമായിട്ട് അവൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവളായതുകൊണ്ട്, ഷീ ആയതുകൊണ്ട് അവിടെ ഹാവ് ബീൻ എന്നല്ല, ഹാസ് ബീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായോ? ഇനി നമുക്ക് പറയാനുള്ളത് ഹാഡ് ബീൻ എന്നുള്ള ആ ഒരു ടേമിനെ കുറിച്ചാണ്. ഹാഡ് ബീൻ. അപ്പോൾ ഹാവ് ബീനും ഹാസ് ബീനും മനസ്സിലായ ഒരാൾക്ക് ഹാഡ് ബീൻ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. കാരണം നമ്മൾ ഹാവ് ബീൻ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: 1 മണിക്കൂറോളമായിട്ട് അല്ലെങ്കിൽ നിശ്ചിത സമയം മുമ്പ് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആണ് ഹാവ് ബീനും ഹാസ് ബീനും പറയുന്നത്. എന്നാൽ ഇത് നമുക്കൊന്ന് മറിച്ച് ആലോചിച്ച് നോക്കാം. കഴിഞ്ഞു പോയ ഒരു സമയത്ത് കുറച്ച് മുമ്പ് തുടങ്ങിയ ഒരു കാര്യം അത് തുടർന്നുകൊണ്ടേയിരുന്നിരുന്നു, ഒരുപാട് സമയം തുടർന്നുകൊണ്ടേയിരുന്നിരുന്നു. അത്തരത്തിലുള്ളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഹാസ് ബീനും ഹാവ് ബീനും പകരം ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ കമ്പനിയിൽ 2016 മുതൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനർത്ഥം ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഹാവ് ബീൻ ഹാസ് ബീനാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 2016 മുതൽ ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ആ ജോലി ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ UK-യിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളവിടെ ഹാഡ് ബീൻ ആണ് പറയേണ്ടത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി സിൻസ് 2016. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി. ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു സിൻസ് 2016, 2016 മുതൽ. അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഹാഡ് ബീൻ ആണ് യൂസ് ചെയ്തത്. ഇനി മറ്റൊരു എക്സാമ്പിൾ എങ്ങനെയാണ്? വി ഹാഡ് ബീൻ ലിവിങ് ഹിയർ. വി ഹാഡ് ബീൻ ലിവിങ് ഹിയർ. ഞങ്ങളിവിടെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫോർ 10 years, 10 വർഷത്തോളമായിട്ട്. ബിഫോർ മൂവിങ് ടു മുംബൈ. മുംബൈയിലേക്ക് ഞങ്ങൾ താമസം മാറുന്നതിന് മുമ്പ് 10 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഇവിടെയായിരുന്നു ജീവിച്ചുകൊണ്ടേ ഇരുന്നത്. അങ്ങനെയാണത് പറയുന്നത്. വി ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years ബിഫോർ മൂവിങ് ടു മുംബൈ. വി ഹാഡ് ബീൻ ലിവിങ് ഹിയർ. ഞങ്ങളിവിടെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫോർ 10 years, 10 വർഷത്തോളമായിട്ട്. ബിഫോർ മൂവിങ് ടു മുംബൈ. മുംബൈയിലേക്ക് താമസം മാറുന്നതിന് മുമ്പ്. അവിടെ ഹാഡ് ബീൻ എന്നാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് 3 രീതിയിലാണ്. ഒരു കാര്യം തുടങ്ങി അത് കുറേ സമയമായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കാര്യം പറയുന്നത് ഹാവ് ബീനോ ഹാസ് ബീനോ ഉപയോഗിച്ചിട്ടാണ്. ഒരു കാര്യം മുമ്പ് തുടങ്ങിയിരുന്നു, അത് കഴിഞ്ഞു പോയ ഒരു സമയത്ത് ഒരുപാട് സമയം നീണ്ടു നിന്നൊരു കാര്യമായിരുന്നു. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഹാഡ് ബീനുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.